പാർട്ടി ഇതെല്ലാം ഏതാണ്ട് മുൻകൂട്ടി കണ്ടല്ലോ. കാരണം അനുനയ നീക്കങ്ങളൊക്കെ പൊളിഞ്ഞു. ഇന്നലെ പിന്നെ അടിയന്തര ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്നു, സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തി. ജി സുധാകരൻ പാർട്ടി വിട്ട് സ്വതന്ത്രനായി മത്സരിക്കുന്നത് CPM-ന് എത്രത്തോളം പ്രതിരോധത്തിലാക്കും? ഈ തീരുമാനത്തിന്റെ രാഷ്ട്രീയ പ്രസക്തി എത്രമാത്രമുണ്ട്? ആർ ശ്രീജിത്ത്. ഗോപികൃഷ്ണൻ, CPM-ന്റെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാക്കൾ ഒരാളായ ജി സുധാകരൻ പാർട്ടി വിട്ട് അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്നത് CPIM-ന് വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ്. അത് കേവലം അമ്പലപ്പുഴയിൽ മാത്രമായിരിക്കില്ല അതിന്റെ അലയൊലികൾ ഉണ്ടാകാൻ പോകുന്നത്. മറിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിലാകെ സുധാകരൻ ഉയർത്തുന്ന വിമതത്വം വലിയ തോതിലുള്ള ചർച്ചാ വിഷയമാകും. അത് CPIM-ന് തലവേദന ഉണ്ടാക്കാൻ പോകുന്ന വിഷയങ്ങളാണ്. ഇപ്പോൾ പാർട്ടി നേതൃത്വത്തിനെതിരെ ജി സുധാകരൻ ഒന്നും പറഞ്ഞില്ലെങ്കിലും പാർട്ടിക്ക് അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുന്നതിനെ പ്രതിരോധിക്കുന്ന ഘട്ടത്തിൽ ചിലതൊക്കെ സുധാകരനെതിരെ പറയേണ്ടി വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിന്റെ അനിയനായ ജി ഭുവനേശ്വരൻ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ടായിരിക്കും ജി സുധാകരൻ പോകുന്നതെന്ന പരാമർശമായിരിക്കും ആദ്യം CPM നേതാക്കളിൽ നിന്ന് വരാൻ പോകുന്നത്. അപ്പോൾ സുധാകരനും ചിലത് മറുപടി പറയും. അങ്ങനെ കൊണ്ടും കൊടുത്തും മുന്നേറുന്ന ഘട്ടത്തിൽ പാർട്ടിക്കും പരിക്കു പറ്റാനിടയുണ്ടാവും. കാരണം കഴിഞ്ഞ 6.5 ദശാബ്ദമായി ജി സുധാകരൻ ഈ CPM-ന്റെ രൂപീകരണ കാലത്തിന് ഇപ്പുറം മുതൽ ഇങ്ങോട്ട് 1970 മുതൽ ഇങ്ങോട്ട് CPM-നൊപ്പം സഞ്ചരിക്കുന്ന ആളാണ്, പാർട്ടിക്കൊപ്പം നടക്കുന്ന ആളാണ്, പാർട്ടി രചിച്ച ചരിത്രത്തിനൊപ്പം നടക്കുക, ആ ചരിത്ര നിർമ്മിതിയിൽ പങ്കാളിയായ ആളാണ് സുധാകരൻ. അതുകൊണ്ട് തന്നെ സുധാകരനെ പോലെ ഒരാൾ പാർട്ടിക്കെതിരായി അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി വരുന്നത് അതിന്റെ അലയൊലികൾ അമ്പലപ്പുഴയിൽ മാത്രമല്ല സംസ്ഥാനമെമ്പാടും വരും. മാത്രമല്ല പാർട്ടിയുടെ പോക്കിനെ കുറിച്ച് ആശങ്കയുള്ളവർ, പാർട്ടിയുടെ പോക്കിനെ കുറിച്ച് വിമർശനമുള്ളവരൊക്കെ തന്നെ സുധാകരന്റെ വിമർശനങ്ങളെ കടമെടുക്കും. അവർ അത്തരത്തിലുള്ള ഒരു യോജിപ്പ് പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്താൽ പാർട്ടിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നിർണായകമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ വെച്ചാണ് സുധാകരൻ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാതെ പുറത്തു പോകുന്നത്, അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്നത്. തന്റെ 6 പതിറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പരിചയസമ്പത്ത് അപ്പടി പുറത്തെടുത്തുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനമാണ് ജി സുധാകരൻ ഇപ്പോൾ പറവൂരിൽ നടത്തിയത്. അതായത് എന്താണ് തന്റെ ഈടുവെപ്പ്, എന്താണ് താൻ ഈ പാർട്ടിക്ക് നൽകിയ സംഭാവന, എന്താണ് തന്നെപ്പറ്റി ആളുകൾ ഉന്നയിക്കാൻ സാധ്യതയുള്ള വിമർശനം, അതിനൊക്കെ മറുപടി പറഞ്ഞുകൊണ്ട് വളരെ പക്വതയാർന്ന ഒരു വാർത്താ സമ്മേളനം അദ്ദേഹം നടത്തി. മാത്രമല്ല തന്റെ രാഷ്ട്രീയ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കുന്ന കൂട്ടത്തിൽ വർഗീയതയോട് സന്ധി ചെയ്യില്ല എന്നുകൂടി പറയുമ്പോൾ സുധാകരന്റെ നിലപാട്, അദ്ദേഹം സഞ്ചരിക്കുന്ന രാഷ്ട്രീയ ദിശ ഏത് ദിശയിലേക്കാണെന്ന കാര്യത്തിൽ വളരെ വ്യക്തതയുണ്ട്. അത് UDF-ന്റെ പിന്തുണ സ്വീകരിച്ചുകൊണ്ട് ഒരുപക്ഷെ സുധാകരൻ മത്സരിക്കും. വർഗീയതയോടെ താൻ സന്ധി ചെയ്യില്ല, ഒരു വർഗീയതയോടെ യോജിക്കില്ല എന്ന് പറയുമ്പോൾ BJP പിന്തുണ സ്വീകരിക്കില്ല എന്ന പ്രഖ്യാപനമാണ്. ഇപ്പോൾ പാർട്ടിക്കെതിരെ ഒന്നും പറയില്ല, പാർട്ടി നേതൃത്വത്തിനെതിരെ ഒന്നും പറയില്ല എന്ന് പറയുന്ന സുധാകരൻ ഒരു ഘട്ടത്തിൽ ഈ പാർട്ടി അണികളിൽ നിന്നുള്ള പിന്തുണ പോലും പ്രതീക്ഷിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അമ്പലപ്പുഴയിൽ അദ്ദേഹത്തിന്റെ സുദീർഘമായ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ട്. 3 ടേം തുടർച്ചയായി 2006 മുതൽ 2021 വരെ അമ്പലപ്പുഴയിലെ MLA ആയിരുന്നു. ആ 15 കൊല്ലക്കാലത്തിൽ 10 തവണയും അദ്ദേഹം മന്ത്രിയായിരുന്നു. അങ്ങനെ മന്ത്രിയായി പ്രവർത്തിക്കുമ്പോഴും മറ്റ് പ്രതിപക്ഷ MLA-മായി പ്രവർത്തിക്കുമ്പോഴൊക്കെ അമ്പലപ്പുഴയുടെ വികസനത്തിന്, ആലപ്പുഴ ജില്ലയുടെ ആകത്തിന്റെ വികസനത്തിനൊക്കെ വലിയ സംഭാവന ചെയ്ത ആളാണ്. അഴിമതിയുടെ കറപുരളാത്ത വ്യക്തിത്വമാണ്. അതുകൊണ്ട് പൊതുസമൂഹത്തിലും സുധാകരന് വലിയ തോതിൽ സ്വാധീനമുണ്ട്. അങ്ങനെ പൊതുസമൂഹത്തിൽ സ്വീകാര്യതയുള്ള, സമ്മതിയുള്ള ഒരു നേതാവ് പുറത്തേക്ക് പോകുമ്പോൾ പാർട്ടി വലിയ തോതിൽ പ്രതിരോധത്തിലാകും. അദ്ദേഹം ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ പാർട്ടിക്ക് നന്നേ വേർക്കേണ്ടി വരും, അതും ഈ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ. ഗോപികൃഷ്ണൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.